ബിസിനസ്സിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സാമ്പത്തിക പ്രവർത്തനങ്ങൾ, നമുക്ക് പൈസ കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലേ? ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഒന്ന് നോക്കിയാലോ. 3 ടൈപ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വൺ ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആളാണ്, യെസ്, ഇറ്റ്സ് ബിസിനസ്. എന്താണ് ബിസിനസിന്റെ മോട്ടീവ്? എപ്പോഴും എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കിയാലോ. യെസ്, സെക്കൻഡ് വൺ ഈസ് പ്രൊഫഷൻ. ഡോക്ടറുടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഡോക്ടർ, ലോയർ, ഒരു CA കാരൻ, ടീച്ചർ, ഇത്തരം ആൾക്കാരെല്ലാം എന്താണ്? പ്രൊഫഷണൽസ് ആണ്. ഒരു പ്രത്യേക കോഴ്സ് പഠിച്ച് ഒരു കോഡ് ഓഫ് കണ്ടക്ട് എല്ലാം ഫോളോ ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫീസ് ആയിരിക്കും മക്കളെ, ഫീസ്. ഇനി മൂന്നാമത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇറ്റ്സ് എംപ്ലോയ്മെന്റ്. ഒരു ആളുടെ അണ്ടറിൽ, ഒരു ഓണറുടെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഹീസ് എ എംപ്ലോയി. ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ള ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റിട്ടേണിനെ നമുക്ക് സാലറി എന്നോ വേജ് എന്നോ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്.